പ്രിയരെ, ഡിസംബറിന്റെ മഞ്ഞണിഞ്ഞ സന്ധ്യകൾ എങ്ങോ പോയി മറഞ്ഞു. പുത്തനുഷസിന്റെ പൊൻപ്രഭ ചൊരിഞ്ഞ് ജനുവരി ആഗതമായി. ഏവർക്കും സർഗജ്യോതിയുടെ പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് നിങ്ങൾക്കൊപ്പം ഞാൻ ഫാത്തിമ. ഇന്ന് നമുക്കൊരു മിമിക്രി പെർഫോമൻസ് ആസ്വദിച്ചാലോ? ഈ ശബ്ദാനുകരണം സർഗജ്യോതിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നു. നിരവധി വേദികളിലൂടെ തന്റെ കലാപ്രകടനങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ശ്രദ്ധേയനായ കലാകാരൻ ശ്രീ ഷംനീഷ് കണ്ണൂർ. നല്ലൊരു മിമിക്രി പെർഫോമൻസിനായി നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സ്വാഗതം ശ്രീ ഷംനീഷ് കണ്ണൂർ, കലയുടെ കേളികൊട്ടുണരുന്ന സർഗജ്യോതിയിലേക്ക്. പുതുവർഷം വരികയായി. 2024 പടിവാതിക്കൽ എത്തി. ന്യൂ ഇയർ ആശംസകൾ നേരുവാനായി ചില സിനിമാ താരങ്ങളും രാഷ്ട്രീയ നേതാക്കളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഓരോരുത്തരെയായി നമുക്ക് സ്വാഗതം ചെയ്യാം. വില്ലൻ വേഷങ്ങളിലൂടെ സിനിമാ രംഗത്തെത്തി കോമഡി വേഷങ്ങൾ വരെ കൈകാര്യം ചെയ്യുന്ന ശ്രീ ജനാർദ്ദനൻ, അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഓ അയ്യോ, അങ്ങനെ എത്ര പെട്ടെന്ന് 2023 കടന്നുപോയത്. ഇതാ 2024 എത്തി. പുത്തൻ പ്രതീക്ഷകളും പുതിയ ചിന്തകളുമായി നമുക്ക് വരവേൽക്കാം. എല്ലാവർക്കും പുതുവത്സര ദിനാശംസകൾ. ഓ എടാ എന്തോ, നമുക്ക് ഈ പുതുവത്സരം അടിച്ചു പൊളിക്കാം. കൊച്ചിൻ അനീഫ. അങ്ങനെ നമുക്ക് ന്യൂ ഇയർ ആഘോഷിക്കാം അല്ലേ? പരിപാടിക്ക് ഗംഭീരമാക്കണം. എല്ലാവർക്കും ന്യൂ ഇയർ ദിന ആശംസകൾ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. മധു. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. 2024 ഒരുപാട് മാറ്റങ്ങളുടെ വർഷമാകട്ടെ. നമ്മുടെ കാലങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. എല്ലാ മാറ്റങ്ങളെയും നമ്മൾ 2 കൈ നീട്ടി സ്വീകരിക്കുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. കോഴിക്കോടൻ സംഭാഷണ ശൈലിയിൽ സിനിമാ രംഗത്തെത്തി കോമഡിയുടെ രാജാവായി തീർന്ന ശ്രീ മാമുക്കോയ. അല്ല ആയിസ, നമ്മള് പുതിയ വർഷം ഇങ്ങെത്തി. പുത്തൻ പ്രതീക്ഷകളോടെ നമുക്ക് വരവേൽക്കാം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. മാമുക്കോയുടെ പ്രസംഗ ശൈലി ഒരു ചെറിയൊരു ഭാഗം കേൾപ്പിക്കാം. അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ എങ്ങനെ ശബ്ദത്തിന്റെ വ്യത്യാസം. നമസ്കാരം. അതായത് നമ്മൾ അങ്ങനെ പുതിയ വർഷത്തെ വരവേൽക്കുകയാണ്. പുത്തൻ പ്രതീക്ഷകളും ചിന്തകളൊക്കെ ആയിട്ടാണ് നമ്മൾ വരവേൽക്കുന്നത്. അപ്പോൾ മനുഷ്യരെല്ലാവരും ഒന്നാണ്. എല്ലാവരും പരസ്പരം സ്നേഹിക്കുക, വിശ്വസിക്കുക. ശ്രീ VS അച്യുതാനന്ദ സാർ, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും ആദ്യമേ തന്നെ ഹാപ്പി ന്യൂ ഇയർ. വളരെ സന്തോഷമുണ്ട് ഈ ഒരവസരത്തിൽ നിങ്ങളെ കാണുവാനും പുതുവത്സര ദിനാശംസകൾ നേരുവാനും കഴിഞ്ഞതിൽ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി നന്ദി നന്ദി. വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ശ്രീ ഷംനീഷ് കണ്ണൂരിന് അഭിനന്ദനങ്ങൾ നേരുന്നതോടൊപ്പം ഏവർക്കും 2024 ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും വർഷമായിരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി ആശംസിക്കുന്നു. എഡിറ്റിംഗ് ശ്രീ
സുമേഷ് എസ് എ നെയ്യാറ്റിങ്കര ആൻഡ് മനോജ് എസ് പട്ടാഴി.